ഹായ് മക്കളെ, ഒരു ചെറിയ ക്വസ്റ്റ്യൻ ചോദിക്കാൻ. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിന് യൂണിറ്റ് ഉണ്ട്, ഡയമെൻഷൻ ഇല്ല. ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണോ അതോ തെറ്റാണോ? കഴിഞ്ഞ വർഷം നീറ്റിന് പ്രിപ്പയർ ചെയ്തൊരു കുട്ടി എന്നോട് ചോദിച്ചതാണ്. ഞാനതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു, ഒരുപാട് ഗൈഡുകളൊക്കെ എടുത്ത് വായിച്ചു. അതിനെക്കുറിച്ചൊരു പരാമർശം എവിടെയും കണ്ടില്ല. 2-3 ദിവസമായിട്ടും അതിൻ്റെ ഉത്തരം കാണാതെ ആയപ്പോൾ ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, മോനെ നിനക്കതിൻ്റെ ആൻസർ കിട്ടിയോ എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി കാഷ്വലി പറഞ്ഞു, കിട്ടി സാർ, ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എവിടെ നിന്നാണ് ആ ആൻസർ കിട്ടിയത്? ഞാനിപ്പോൾ ഇത്രയും തിരഞ്ഞിട്ട് എനിക്കത് കിട്ടിയില്ലല്ലോ എന്ന് ഞാൻ അവനോട് പറഞ്ഞില്ല. പക്ഷേ ഞാൻ അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ഞാൻ അവനോട് ചോദിച്ചു. അപ്പോൾ കുട്ടി എന്നോട് പറഞ്ഞു, സാർ അത് NCERT ഇക്വിലിബ്രിയം മറിച്ച് നോക്കി, ആ സ്റ്റേറ്റ്മെൻറ്റ് NCERT ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, 10 കൊല്ലമായി ഞാൻ നീറ്റിന് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് എന്ന് കഴിഞ്ഞ വർഷം ഞാൻ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ടും NCERT പല ആഴങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ എനിക്ക് നിങ്ങളോട് കെമിസ്ട്രിയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ പറയാനുള്ളത്, നീറ്റിൻ്റെ ആഴങ്ങളെ, കെമിസ്ട്രിയുടെ ആഴങ്ങളെ നിങ്ങളൊന്ന് NCERT അറിയണം. അതിനൊരിക്കലെങ്കിലും നിങ്ങൾ NCERT ഒന്ന് ഡീപ്പായിട്ട് വായിച്ചിട്ടുണ്ടായിരിക്കണം, ഒന്ന് അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. NCERT തന്നെ വായിച്ചുകൊണ്ടിരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല. പക്ഷെ വൺസ് NCERT ആഴങ്ങളെല്ലാം നിങ്ങളൊന്ന് നോക്കി കണ്ടിട്ടുണ്ടായിരിക്കണം. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. വളരെ കുറഞ്ഞ ദിവസങ്ങളാണ് 2024 നീറ്റിലേക്ക് നമുക്കിനി ഉള്ളത്. എങ്ങനെയാണ് കെമിസ്ട്രി പഠിക്കേണ്ടത്? കെമിസ്ട്രി പഠിക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? എന്തൊക്കെയാണ് നമ്മളെടുത്ത് തെറ്റാൻ സാധ്യതയുള്ളത്, അപാകതകൾ സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്ന് വളരെ ബ്രീഫായിട്ട് ഞാൻ നിങ്ങളോടൊന്നും സംസാരിക്കാൻ പോവുകയാണ്. മക്കളെ, ഓർഗാനിക് കെമിസ്ട്രി, ഇനോർഗാനിക് കെമിസ്ട്രി, ഫിസിക്കൽ കെമിസ്ട്രി, പല വിദ്യാർത്ഥികളും ഇതിനെ ക്ലാസിഫൈ ചെയ്ത് ചിലതിന് ഇമ്പോർട്ടൻസ് കൂടുതലാണെന്നോ ചിലതിന് ഇമ്പോർട്ടൻസ് കുറവാണെന്നോ മനസ്സിൽ തെറ്റായി ധരിച്ചവരാണ്. ആ ധാരണ തെറ്റാണ്. എല്ലാത്തിനും നിങ്ങൾ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതുണ്ട്. ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് പഠനത്തിൻ്റെ അളവിലാണ്. ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിൻ്റെ അളവിൽ ചിലപ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. ഒരു വർഷം ഓർഗാനിക് കെമിസ്ട്രിയിലാണ് കൂടുതൽ ക്വസ്റ്റ്യൻ എങ്കിൽ പിറ്റേ വർഷം അത് ഇനോർഗാനിക്കിലോ പിറ്റത്തെ വർഷം അത് ഫിസിക്കലിലോ ആവാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ JEE പരീക്ഷയിൽ കൂടുതൽ ഓർഗാനിക് കെമിസ്ട്രി ആയിരുന്നു ഏകദേശം സെഷൻസിലെല്ലാം കൂടുതൽ ചോദിച്ചിരുന്നത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഒന്നിനെയും നിങ്ങൾ വില കുറച്ച് കാണുകയോ ഒന്നിനെയും കൂടുതൽ വില കൊടുത്ത് കാണുകയോ ചെയ്യരുത് എന്നതാണ് ആദ്യം എനിക്ക് പറയാനുള്ളത്. പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കൃത്യമായി നിങ്ങൾ ഷെഡ്യൂൾ പ്രകാരം റിവിഷൻ നടത്തി പഠിക്കുന്നവരായിരിക്കും. അപ്പോൾ ഒരു 120 150 ക്വസ്റ്റ്യൻ ഒരു ദിവസം നിങ്ങൾ കെമിസ്ട്രിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങൾ ചെയ്തിരിക്കേണ്ട ഒരു പൊടിക്കൈ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഈ 150 ക്വസ്റ്റ്യനിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ ആൻസർ കിട്ടുന്ന ചില ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. മേലിൽ ആ ക്വസ്റ്റ്യൻസിനെ പിന്നെ നിങ്ങൾ നോക്കരുത്. ഒരിക്കൽ നിങ്ങൾക്ക് കിട്ടിയാൽ പിന്നെയും കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. ചില ക്വസ്റ്റ്യൻസ് ട്രിക്കി ക്വസ്റ്റ്യൻസ് ആയിരിക്കും, നിങ്ങളൊന്ന് ചിന്തിക്കേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിവില്ലാത്തതായിരിക്കും. അങ്ങനെ ഒരു 150 ക്വസ്റ്റ്യനിൽ ഒരു 30 ക്വസ്റ്റ്യനെങ്കിലും നിങ്ങൾ നിർബന്ധമായും വൺസ് വായിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. കാര്യം ഇത് നമ്മുടെ റിവിഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇനി വൺസ് ഒരു തവണ നമ്മുടെ റിവിഷൻ കടന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഒരു സൈക്കിളും മൂന്നാമത്തെ ഒരു സൈക്കിളും ഒക്കെ നമുക്ക് റിവിഷൻ നടത്താനുള്ളതാണ്. ആ സമയത്ത് ഒരു 150 ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തിട്ട് ഇതിൽ ഏതൊക്കെയാണ് ഇനി പഠിക്കേണ്ടത്, ഏതൊക്കെയാണ് പഠിക്കേണ്ടാത്തത് എന്ന് ചിന്തിക്കാനുള്ള ഒരു സമയം ചിലപ്പോൾ അപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് റിവിഷൻ നടത്താനുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇപ്പോഴേ റെഡിയാക്കി വെക്കണം. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒരുപാട് തവണ ചെയ്യുന്നതിൽ അർത്ഥമില്ല. 2016 ഞാനും നീറ്റ് പരീക്ഷ എഴുതിയിട്ടുള്ളതാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഫിസിക്സ് പഠിപ്പിച്ച എൻ്റെ അധ്യാപകൻ ഓസിലേഷൻസ് എന്ന വലിയ ചാപ്റ്ററിൽ നിന്ന് എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചത് വെറും 30 ക്വസ്റ്റ്യനാണ്. ആ 30 ക്വസ്റ്റ്യനിൽ ഓസിലേഷൻ എന്ന ചാപ്റ്റർ ഉണ്ട്, കംപ്ലീറ്റ് അതിലുണ്ട്. ഓരോ ക്വസ്റ്റ്യനിലും ഡിഫറെൻറ്റ് കോൺസെപ്റ്റുകളാണ്, ഒന്നിൻ്റെ കണ്ടിന്യൂഷൻ അല്ല അടുത്തത്. അപ്പോൾ ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളില്ല. ഡിഫറെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിനെ നിങ്ങൾ സെറ്റാക്കി വെച്ചാൽ സൂപ്പറായിട്ട് നിങ്ങൾക്ക് റിവിഷൻ നടത്താൻ പറ്റും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം, ക്വസ്റ്റ്യൻ്റെ ടഫ്നെസ്സിനനുസരിച്ച് ഇമ്പോർട്ടൻസ് കൂടുതലുണ്ടെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നീറ്റിന് ഒരു വലിയ ഒരു ക്വസ്റ്റ്യൻ വന്നു, ഇന്ത്യയിൽ തന്നെ നിങ്ങൾ മാത്രമേ അത് അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ എങ്കിലും നിനക്ക് കിട്ടാൻ പോകുന്ന മാർക്ക് 4 മാർക്കാണ്. അപ്പോൾ കൂടുതൽ ടഫായ ക്വസ്റ്റ്യൻ ചെയ്യുക എന്നതിൽ കെമിസ്ട്രി ഇല്ല, കൂടുതൽ സിമ്പിളായ ക്വസ്റ്റ്യൻ ചെയ്യാതിരിക്കുക എന്നതിൽ എന്തോ സംഭവമാവുക എന്നില്ല. നമുക്ക് കൂടുതൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിനാണ് പ്രാധാന്യം. അപ്പോൾ ഒരിക്കൽ കൂടി ഞാനത് പറയുകയാണ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനെ നിങ്ങൾ സോർട്ട് ചെയ്ത് വെച്ച് പ്രൊഫഷണലായിട്ട് റിവിഷൻ നടത്തണം. ഇനോർഗാനിക് ആണെങ്കിലും ഓർഗാനിക് ആണെങ്കിലും വൺസ് നിങ്ങളുടെ കണ്ണുകൾ NCERT ലൈനുകൾക്കിടയിലൂടെ സഞ്ചരിക്കണം. ഓർമ്മയുണ്ടാകും, ഇറ്റാഡ്സ് റിയാക്ഷനെ കുറിച്ച് ഒരു വർഷം NCERT നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എന്താണ് ആ ക്വസ്റ്റ്യൻ എന്നറിയോ? ഇറ്റാഡ്സ് റിയാക്ഷൻ്റെ ഇടയിൽ NCERT ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആ പിക്ചറിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിരുന്നു ക്വസ്റ്റ്യൻ.
ആരാണ് ഇറ്റാഡ്സ് റിയാക്ഷൻ്റെ ഇൻ്റർമീഡിയറ്റ് എന്ന്? ഒരു ക്രോമിയം കോംപ്ലക്സ്. NCERT മറിച്ചാൽ നിങ്ങൾക്ക് ഇന്നും അത് കാണാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ലിസ്റ്റിൽ നിങ്ങൾക്കത് കാണാം. ഞാൻ പറയട്ടെ മോനെ, അവിടെ നിങ്ങളുടെ ചെക്ക് ചെയ്തത് നിങ്ങളുടെ കെമിസ്ട്രിയിലുള്ള അഭിരുചിയാണോ NCERT-യോടുള്ള പരിചയമാണോ? ഞാൻ വിശ്വസിക്കുന്നത് NCERT-യോടുള്ള പരിചയമാണ് എന്നാണ്. ഇപ്പോൾ NCERT-യിലെ സോൾവ്ഡ് ക്വസ്റ്റ്യൻസ് ഒന്നുപോലും മിസ് ചെയ്യാതെ എല്ലാം നോക്കിക്കണ്ടാൽ പൊന്നുമക്കളെ 2024 നീറ്റ് നിങ്ങൾക്കുള്ളതാണ്. കൂടെ സഞ്ചരിക്കാൻ ഞങ്ങളുണ്ട്. ബാക്കി നമുക്ക് ഒരുമിച്ച് നോക്കാം. താങ്ക് യു.